നമസ്കാരം. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 40 മിനിറ്റോടു കൂടി കേതു ഭഗവാന്റെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് കേതു ഭഗവാൻ തൻ്റെ സ്വന്തം വീടായ മാഘം നക്ഷത്രത്തിലേക്കാണ് കയറുന്നത്. ഇത് നിസ്സാരമായ ഒരു കയറ്റമായി പറയാൻ സാധിക്കുകയില്ല. അതായത് പിതൃക്കളുടെ നക്ഷത്രമാണ് മാഘം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കേതു വരുമ്പോൾ പൂർവിക ദോഷവും അതേപോലെ കർമ്മഫലവും കൂടെ ആയിരിക്കും കൂടെ കേതുവിനൊപ്പം വന്നു ചേരുന്നത്. ഇതൊരു 2026 ഡിസംബർ 5 വരെ, പൂർണ്ണമായി പറഞ്ഞാൽ ഒരു 8 മാസം കേതു ഇങ്ങനെ മാഘം നക്ഷത്രത്തിൽ തന്നെ വസിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കുറച്ച് നക്ഷത്രക്കാർ അല്പം ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇന്നൊന്ന് വ്യക്തമായി നിങ്ങളിലേക്ക് പറഞ്ഞു തരാം. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ നക്ഷത്രത്തിന് ദോഷമുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലൂടെ തന്നെ നിങ്ങളിലേക്ക് വ്യക്തമായിട്ട് തന്നെ എത്തിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങം രാശിയിൽ 3 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങൾ. അപ്പോൾ മകം നക്ഷത്രക്കാരുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ മകം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരും കേതു. അതുകൊണ്ട് തന്നെ കേതു തലക്കനം അല്പം കൂട്ടുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അപ്പോൾ ജോലിയിൽ മേലുദ്യോഗസ്ഥരായവരോട് പോലും ഒന്ന് കയർത്ത് സംസാരിക്കണമെന്ന ചിന്ത വരും. അതിനെയാണ് ഒഴിവാക്കേണ്ടത്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മകം നക്ഷത്രക്കാർ പഠിക്കണം. ഇനി അടുത്തത് പൂരമാണ്. ധനത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണ്ടുന്ന സമയമാണ്. പൂര നക്ഷത്രക്കാർക്ക് ചിലവ് കൂടും. അതുകൊണ്ട് തന്നെ കടം കൊടുക്കുകയോ വാങ്ങുകയോ കാശ് കൊടുത്തുള്ള ഒരു കാര്യങ്ങൾക്കും നിൽക്കാതിരിക്കുക. കാരണം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള പ്രയാസം ഈ ഒരു കാലത്ത് ഉണ്ടാകും. ഇനി ഉത്രം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചിങ്ങം രാശിയിലുള്ള ഉത്രം നക്ഷത്രക്കാരാണ്. പിതാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിതാവിൻ്റെ അസുഖ കാര്യങ്ങൾ എന്തെങ്കിലും ഓർത്ത് വിഷമങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ രാശി വൃശ്ചികമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് രഹസ്യ ശത്രുക്കൾ പൊന്തി വരും ഈ സമയത്തെന്നാണ്. അതായത് നിങ്ങൾ പോലും അറിയാത്തതായ ചില ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നാവ് വിനയാകാനുള്ള സാധ്യതയുമുണ്ട്. നാവ് സൂക്ഷിക്കേണ്ടത് കൂടിയാണ്. ഇനി അനിഴ നക്ഷത്രക്കാരാണെങ്കിൽ ആരോഗ്യം നോക്കണം. വയറിനും അതേപോലെ തൊലിപ്പുറത്തുള്ളതായ അസുഖങ്ങളും ഒക്കെ വരാനും അതുവഴി അപ്പോൾ ആശുപത്രി ചെലവ് ഒക്കെ വന്നുകൂടാനുള്ളൊരു സാധ്യതയും ഈ സമയത്തുണ്ടാകും. ഇനി തൃക്കേട്ട നക്ഷത്രമാണെങ്കിൽ കേസ്, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടാകുമല്ലോ. വസ്തുതർക്കമോ അല്ലെങ്കിലും ഏതെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്നുകൂടി കേസ് കോടതിയുമായി ബന്ധപ്പെട്ട് അല്പം ധനമൊക്കെ കയ്യിൽ നിന്ന് ചിലവാകേണ്ടതായ ഒരു അവസ്ഥയും ഇവിടെ കേതു ഉണ്ടാക്കുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിട്ടം നക്ഷത്രക്കാർ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക്, പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് തള്ളിക്കളയരുത്. ഇനി ചതയം നക്ഷത്രക്കാരാണെങ്കിൽ ജോലി മാറാനുള്ളൊരു തോന്നൽ വരും. പക്ഷേ മാറാൻ നിൽക്കരുത്. ഇപ്പോൾ മാറിക്കഴിഞ്ഞാൽ വേറൊരു ജോലി കിട്ടാനായിട്ട് കഷ്ടം ഒരുപാട് പെടേണ്ടതായി വന്നു ചേരും. ഈ പൂരുരുട്ട നക്ഷത്രത്തിലാണെങ്കിൽ വാഹന ഉപയോഗം നിങ്ങൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നാലാമത്തത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് വാക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത കുറയാനുള്ള സാഹചര്യമോ ഒക്കെ സംജാതമാകും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ചിലവ് വർദ്ധിക്കും. പണം കയ്യിൽ ഒട്ടും നിൽക്കാത്തതായ ഒരു അവസ്ഥയൊക്കെ വന്നു ചേരും. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളായിരിക്കും നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇനി മകയിരം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുമായി എത്ര അടുത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ പിണക്കത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കേതു ഇവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജ്യോതിഷം എന്നത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, കരുതലെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ കേതുവിൻ്റെ ഈ ഒരു മാറ്റം വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രാശിക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് മേലുദ്യോഗസ്ഥർ എന്ത് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞങ്ങ് തലയാട്ടി നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ എടുത്തു ചാടി അവർ പറയുന്നത് കേട്ട് രാജിവെക്കാനൊക്കെ ശ്രമിച്ചാൽ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാഗ്രഹമാണ്. കേതു മായകൾ കാണിക്കും.
നമ്മളെ കൊണ്ട് കാണിപ്പിക്കാനും ശ്രമിക്കുക. നമ്മൾ വേറൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെ എതിർത്ത് പറയാനും എന്നാ കാണിച്ചു തരാവിടെ എന്ന ഭാവേനയുള്ള ചെയ്തികൾ നമ്മളെ കൊണ്ട് തോന്നിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ചതിക്കുഴിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആര് എന്ത് പറഞ്ഞാലും, ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും പറഞ്ഞാലും അതിനെ തൽക്കാലം ഡിസംബർ വരെ ഒന്ന് ക്ഷമിക്കുക. ഇനി പണത്തിൻ്റെ കാര്യമാണെങ്കിൽ കടം കൊടുക്കുന്നതും വാങ്ങുന്നത് അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്നത് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അതായത് ഇതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ഭാവിയിൽ ആ കടം ഒരാൾക്ക് കൊടുത്ത് അയാൾ തിരികെ തരാതെ ഇരിക്കുകയോ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വിനയായി ഈ ഒരു സമയത്ത് മാറും. ഇനി വീട്ടിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ അച്ഛനോട് കയർത്ത് സംസാരിക്കാനൊന്നും ഈ ഒരു സമയത്ത് പോകരുത്. അതായത് അച്ഛൻ പറയുന്ന കാര്യങ്ങളെയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുക. ഭാര്യ ഭർത്താക്കൾ തമ്മിലാണെങ്കിൽ പോലും വഴക്കൊന്നും ഉണ്ടാകാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംസാരം ഉണ്ടെങ്കിൽ പോലും അല്പനേരത്തേക്കൊന്നും മിണ്ടാതിരുന്ന് അങ്ങ് ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടത് കൂടിയാണ്. ഇനി ശരീരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാരണമില്ലാത്ത അസുഖങ്ങൾ വരും. അതായത് തലവേദന, തൊലിപ്പുറത്തുള്ള ചൊറിച്ചിൽ, ഉറക്കമില്ലായ്മ. മരുന്നിനേക്കാൾ ഇവിടെ മനസ്സിനാണ് ശാന്തത അത്യാവശ്യമായി വരുന്നത്. അറിയാമല്ലോ, കേതു മായകൾ കാട്ടിക്കൊണ്ടിരിക്കും. നമ്മൾക്കറിയത്തില്ല, ഒരു മാജിക്ക് പോലുള്ള ഒരു സമയമാണ്. നമുക്കിപ്പോൾ തലവേദന എടുക്കുമെന്ന് തോന്നും, കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലുവേദന എടുക്കുക, അങ്ങനെയുള്ള തോന്നലുകൾ വരും. അപ്പോൾ ഏതിനാണ് പോയി മരുന്ന് വാങ്ങിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ. ഇപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നും കേതു ഒരു ദുഷ്ടഗ്രഹമാണല്ലോ. അങ്ങനെയൊന്നുമല്ല, ഒരു ഗുരുവാണ്. അതായത് കേതു നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ അഹങ്കാരം അല്ല വേണ്ടത്, അത് വിനയമാണെന്ന്. അപ്പോൾ ഈ അഹങ്കാരത്തെ കളഞ്ഞ് വിനയത്തെ കൊണ്ടുവരാൻ വേണ്ടി കേതു നമ്മൾക്ക് തരുന്ന ഒരു എന്താ പറയുക, കുറച്ച് കാലയളവ് നമ്മളെ ഒരു പരിശീലനം നടത്തുന്നു എന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇതിന് പരിഹാരം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ദോഷങ്ങൾ നമ്മളെ കൂടുതലായി വന്ന് ഏൽക്കാതിരിക്കാൻ. അപ്പോൾ കേതുവിൻ്റെ ദൈവമായിട്ട് പറയുന്ന ഗണപതിയാണ്. അപ്പോൾ ഗണപതി ഭഗവാന് കറുക മുഖ്യമാണല്ലോ. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കറുകമാല സമർപ്പിക്കാതും ചൊവ്വാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് കറുകമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ ശനിയാഴ്ച വൈകുന്നേരമൊക്കെ കേതുവിൻ്റെ ജീവി നായയാണ്. അപ്പോൾ കറുത്ത നായക്ക് ഭക്ഷണം കൊടുക്കുക എന്നാണ്. കരിനായ, കറുത്ത നായക്ക് ഈ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കാമെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി. നായയുടെ അടുത്ത് പോയിട്ടൊന്നും ഭക്ഷണം കൊടുക്കാൻ നിൽക്കേണ്ട. നായ കഴിക്കുന്ന അതിന് കാണാൻ പാകത്തിന് എവിടെയെങ്കിലും ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ കുറച്ച് ചോറോ കാര്യങ്ങളോ കൊണ്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇവിടെ ഉത്തമമായ ഒരു മാറ്റത്തെ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം, അവരിൽ നിന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ കാല് തൊട്ട് തൊഴുതിട്ട് അവരിൽ നിന്ന് 10 രൂപ നിങ്ങൾ ഒരു ദക്ഷിണ എന്നോണം വാങ്ങിക്കാൻ ശ്രമിക്കുക. അതും ഈ ഒരു ദോഷത്തെ, കേതുവിൻ്റെ ഈ മായാഗ്രഹമായ കേതുവിൻ്റെ ദോഷത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്നതാണ്. മകം പൂര ഉത്ര നക്ഷത്രക്കാർ നവഗ്രഹ പ്രീതി വരുത്തേണ്ടതാണ്. അപ്പം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തണം. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരും അനിഴം തൃക്കേട്ട വിശാഖം നക്ഷത്രക്കാർ നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതി വരുത്തണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് വേല് കിട്ടുമല്ലോ, അപ്പോൾ വെള്ളിയൊരു വേല് വാങ്ങിച്ചിട്ട് പ്രാർത്ഥിച്ച് അവിടുത്തെ വഞ്ചിയിൽ തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതിയാകും. ഇനി അവിട്ടം ചതയം പൂരുരുട്ട നക്ഷത്രക്കാർ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് തിങ്കളാഴ്ച തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി പേരും നാളും പറഞ്ഞ് ധാര നടത്താൻ ശ്രമിക്കുന്നതും ഉത്തമമായിരിക്കും. കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർ നെയ്വിളക്കാണ്. വെള്ളിയാഴ്ച വീട്ടിൽ തന്നെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ ചെന്ന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ കിളികളുണ്ടല്ലോ, എല്ലാ വീടുകളിലും കിളികൾ വരും. കിളികൾക്ക് എള്ള് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഉത്തമമാണ്. എള്ള് അവർ ഭക്ഷിക്കുമ്പോഴേക്കും നമ്മുടെ ദോഷങ്ങൾക്കും ശമനം ഉണ്ടാകും എന്നതാണ് ഇവിടെ ദാനം അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കിളികൾക്കൊക്കെ കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനൊരു മന്ത്രം കൂടി പറഞ്ഞു തരാം. വലിയ വാക്കുകളോ കടുകട്ടി കാര്യങ്ങളോ ഒന്നുമില്ല. ഓം കേതവേ നമഃ, ഇതേയുള്ളൂ മന്ത്രം. ഓം കേതവേ നമഃ. ഈ ഒരു മന്ത്രം 11 തവണ പറയണം. അതായത് കുളിയൊക്കെ കഴിഞ്ഞ് ഈറനോടുകൂടി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി വന്നിരുന്നിട്ട് പറഞ്ഞാൽ മതി. ഓം കേതവേ നമഃ എന്ന് 11 തവണ. പിന്നെ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുകൂടി പറയാം. ആരെയും കുറ്റം പറയാൻ ഈ ഒരു സമയത്ത് ശ്രമിക്കരുത്. കേതു നാവിൽ വന്നിരിക്കും. കുറ്റം പറയടാ എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ഇരിക്കും. അപ്പോൾ നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ തോന്നും. ആ കുറ്റമായിരിക്കും, ആ പറച്ചിൽ ചിലപ്പോൾ പല ചെവികളിലൂടെ എത്തി വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ കാരണമാകും. അറിയാമല്ലോ, കേതു മായകൾ കാട്ടും. ആ മായയിൽ വീഴാതിരിക്കുക എന്നതാണ് നമ്മുടെ
കടമായിരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു മുൻകരുതൽ എന്നത്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാതിരിക്കുക, അഹങ്കരിക്കരുത്, ഞാനെന്ന ഭാവം കാണിക്കരുത്. അത് കേതു തന്നെ പൊളിക്കും. അതുകൊണ്ട് ഞാനെന്ന ഭാവം കാണിക്കാൻ പോകരുത്. തനിച്ചിരുന്ന് സങ്കടപ്പെടുത്തരുത്. അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ ഒരു വിഷമം പോലെ തോന്നുകയാണെങ്കിൽ അന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുന്ന നേരത്ത് ഭയങ്കര മനപ്രയാസം തോന്നുന്നു, ഉടൻ തന്നെ വൈകുന്നേരം കുളിച്ചൊരുങ്ങി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. തനിച്ചിരുന്നാലും കേതു മായകൾ കാട്ടും. അപ്പോൾ പല ടെൻഷനുകൾ വരും, പല പല ചിന്തകളിലേക്ക് മനസ്സ് പോകും, പലതും ചെയ്യാനുള്ള തോന്നലുകൾ വരും. അതുകൊണ്ട് തനിച്ചിരിക്കാനും ഈ ഒരു സമയം അവസരം ഒരുക്കാതിരിക്കുക. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കേതു എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഉള്ളിൽ അഹംഭാവം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ തൻ്റെ ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, വേസ്റ്റ് പോലെയുള്ള, അതിനെയൊക്കെയാണ് കേതു കൊണ്ടുപോകുന്നത്. അപ്പോൾ ചീത്ത കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അഹങ്കാരം, അനാവശ്യമായ മോഹങ്ങൾ, അതുപോലെയുള്ള വിഷമം തോന്നുന്നതായ കാര്യങ്ങൾ, ചില വിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഒളിഞ്ഞിരിക്കുന്നതായ ചില വിഷങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ളത് ആണ് ഇവിടെ കേതു നമ്മളിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ കേതു അങ്ങനെയുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ പുറത്താക്കുമ്പോൾ അവിടേക്ക് ദൈവിക ചൈതന്യം വന്നു നിറയുമ്പോൾ ഭഗവാൻ നമുക്ക് നന്മ വിതയ്ക്കും എന്നതാണ്. അപ്പോൾ ഈ 8 മാസ കാലയളവ് ക്ഷമയോടും വിനയത്തോടും അതിലുപരി ഈശ്വരചിന്തയോടുകൂടിയും കഴിയുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. ഡിസംബർ 5 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജീവിതം കൂടുതൽ ശുദ്ധമായതുകൊണ്ട്, ഒന്ന് പ്യൂരിഫൈ ചെയ്തതുപോലെ നിങ്ങളെ. അതായത് ഈ ഒരു 8 മാസം നിങ്ങളെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ കൊണ്ട് ഒരിടത്ത് നിർത്തിയേക്കുക, വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിർത്തിയേക്കുക. നിങ്ങളെ ആ ഒരു 8 മാസം കൊണ്ട് നിങ്ങൾ പുതിയൊരാളായി മാറുന്നത് നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ രുദ്രനേത്ര കാണുന്ന എല്ലാവർക്കും കേതു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവേശ്വരൻ രക്ഷിക്കട്ടെ. നമഃ ശിവായ.